അറിയാൻ പാടില്ല, അവനും അറിയാൻ പാടില്ല. രണ്ടും പണി കൊടുക്കാൻ പോകാ പ്രാങ്ക്. വലിയ പാത്രം. രണ്ടാമത്തെ കേക്ക് മുറിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ബീഫ് ബിരിയാണി. ഓ, ബീഫ് ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പായസം, കടലപ്പരിപ്പ് പായസം എല്ലാം സെറ്റാക്കി. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് രാത്രി ഇതാക്കണ ബിരിയാണി കഴിക്കാൻ വന്നു. സോ ചൂട് കാരണം ഞങ്ങള് എന്റെ റൂമില് AC ഇതാക്കണ ഫുള്ളിലിട്ട്. പിന്നെ ഇതാ കുറച്ച് ബലൂൺസ് ഒക്കെ അവരവിടെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. മമ്മി ഇതാ സാധനം കൊണ്ട് വരുന്നുണ്ട്. അനന്ത് മാത്രം ടേസ്റ്റ് ചെയ്യാറിട്ട് ഏകദേശം പകുതി തിന്നു തീർക്കാനാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും മൈദവെള്ളത്ത് കുളിപ്പിച്ചിട്ടുണ്ട്. പലതും വിചാരിച്ചിട്ട് ഞാൻ 100 മുട്ട അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ആരെ മുട്ടയില് ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ 4 കൂടി ഇരിക്കുന്നുണ്ടില്ല. എന്തൊക്കെയോ ആരെ ഒന്നും പറയുന്നില്ല. അവന്മാര് ഇതാക്കണ ഈ സാധനം കെട്ടിത്തൂക്കിട്ട് പൊട്ടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. വലിയ കേക്കാണ് കേട്ടോ, വലിയ കേക്കാണ് ഇത്. കംപ്ലീറ്റ് കഴിച്ചു തന്നെ ഈ കണ്ടില്ല വലിപ്പം. എവിടെ നമ്മള് ബർത്ത്ഡേ ബോയ് കേക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? കേക്ക് നോക്കട്ടെ. ആ സാധനം കുറച്ച് താന്നു പോയാ. ഭയങ്കര എക്സസൈസ്. വലിയ കേക്ക് നല്ല ഇതൊന്ന് പിടിച്ചത് നോക്കട്ടെ. അതെങ്ങനെ തുറക്കി ഓപ്പണാക്കി അവിടെ ഓപ്പണാക്കി. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്തോ പടക്കം കുത്തി വെച്ചിട്ട് മുറിക്കുമ്പോ പൊട്ടണ ഇതിന്റെ വെയിറ്റ് നോക്കി നോക്ക്. ഒരു കേക്ക് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ഹാപ്പി ബർത്ത്ഡേ അൺബോക്സിന്റെ കൂടെ. അപ്പൊ സാലി ഇല്ലല്ലേ അൺബോക്സിനോട്? അവര് കത്തിന്നില്ല, അത് തരുമല്ലോ. അവര് കോക്കനട്ട് കട്ട് ചെയ്യണ സാധനം എടുത്തോളി. സ്വന്തം ബർത്ത്ഡേക്ക് ഇത്രയും വലിയ കേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് വലിയ കേക്കിന് വലിയ കാൻഡിൽ വേണ്ടത്. ലൈറ്റ് ഓഫ് ആക്കണക്ക സെറ്റ് കുറച്ച് മുമ്പോട്ട് വെക്ക. എന്നിട്ട് മനസ്സിൽ എന്തെങ്കിലും വിഷയം വെച്ചോ. ഈ വിഷ് ഞാൻ ഇത് പറയുന്നത് എന്താന്ന് ഇത് ഊതുമ്പോ ആ ലൈറ്റ് ഇടണം. എന്തിനാ? എന്നാലേ എന്നെ കാണുള്ളൂ, അല്ലെ ഞാൻ കരുതാ. ഇല്ല, അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ മനസ്സിലാക്കി അങ്ങോട്ട് എടുത്ത് നിക്ക്. കട്ട് ചെയ്യുമ്പോ അപ്പൊ ഈ വർഷത്തെ എന്റെ വിഷ് പറയരുതേ. ഓക്കെ പഠിച്ചോനെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ വെക്കലോ മുറിക്കണേ. ഡ്യൂടെ ഹാപ്പി ബർത്ത്ഡേ ടു മൊത്തം ഇതിന്റെ ഉള്ളിൽ വലിയ പാത്രം ഉണ്ട് ഇതിന്റെ ഉള്ളില്. അതെ, അതായത് ഇമ്മ മനപ്പൂർവ്വം ഇമ്മ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രം വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടു. എന്റെ പണി എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങള് മിണ്ടരുത്. അത് ലെയർ ആക്കാൻ വേണ്ടിട്ട് വലിയ കേക്ക് ആവുമ്പോ അവര് ഏതായാലും കഴിച്ചോളി. ഫുള്ളായിട്ട് കത്തി. ഇതാണ് എക്സ്പെൻസീവ് ടീഷർട്ട് പറഞ്ഞത്.
മതി 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 ബാക്കി കഴിക്കാനുള്ളതാ. ഏത് പാത്രം എന്റെ ഉള്ളിൽ വെച്ച് എന്റെ നിങ്ങൾക്കത് പ്രാന്താണ്. എനിക്ക് സഹിക്കുന്നില്ല. അതല്ല, കഴിക്കാൻ വേറുണ്ട്, കഴിക്കാൻ വേറുണ്ട്. അപ്പൊ ഇതെന്താ ഇത് കേക്കല്ലേ? ഇത് കേക്കല്ലേ? എന്തോ ഒരു ഉടായിപ്പ്. മമ്മ പക്ഷെ ഞാൻ ചോദിച്ചത് ഇത് പാത്രം എനിക്ക് 4000 തന്നു. എനിക്കറിയില്ല കേട്ടോ. ഡോക്ടർ ബോയ് ഇമ്മ എല്ലാം കൂടി സെറ്റ് ചെയ്താണ്. ഓ ഇത് നിങ്ങൾ ഓർഡർ ഇമ്മ ഇത് ഇമ്മ ഇതിനെ പറ്റി 2 വാക്ക് പറയാ. എങ്ങനെയാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്? ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ കേക്ക് ഹട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, പറ എന്താ മോന്റെ. അതുകൊണ്ട് നമ്മളൊരു പണി കൊടുക്കാൻ പോവുക. പ്രാങ്ക് എന്താണെന്നറിയോ? അവനറിയാതെ ഇത് കൊണ്ടുവന്ന ഗൈസ്, ഞങ്ങള് പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും കത്തി കൊണ്ട് കട്ട് ചെയ്താല് മുറിയരുത്. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വേറൊരു കേക്കും. അപ്പൊ 2 കേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാരും കൂടി ചേർന്ന് കൊടുക്കുന്ന ഐഡിയ ഉമ്മാന്റെ ഐഡിയ ആണ്. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ല. ഇതിന്റെ മുകളിൽ നമ്മൾ കേക്ക് വെക്കും, എന്നിട്ട് കട്ട് ചെയ്യുമ്പോ കട്ട് ചെയ്യില്ല. ഓക്കെ, പിന്നെ വേറൊരു കേക്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ പാത്രമൊക്കെ അവിടെ കൊടുക്കുകയാണ്. അവിടെ കേക്കൊക്കെ പറഞ്ഞ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ആ ടമ്മി കേക്ക്. ഇത് സാലിയൊക്കെ അറിയാൻ പാടില്ല, അവനും അറിയാൻ പാടില്ല, 2 പേർക്കും അറിയാൻ പാടില്ല. ഡ്യൂഡിക്ക് സംഭവം അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഡ്യൂഡി ഫുൾ സീനായിരുന്നു. ഈ കേക്ക് മൊത്തം തിന്നു തീർക്കുന്ന കാര്യം താഴത്തുനിന്ന് പറഞ്ഞിരുന്നത്. പാവം, ഇത് ഫേക്ക് കേക്കായിരുന്നു. അല്ലെ, ഞാനില്ല ഇത് കട്ട് ചെയ്തപ്പോ ഭയങ്കര ഹാർഡ് ഫീലിംഗ് ആയി. ഭയങ്കര കട്ടി. അല്ല, അതുകൊണ്ടല്ല, അതിങ്ങനെ മുറിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്ത് ഇരുമ്പിന്റെ എന്തോ ഒരു സാധനം. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് തന്നീല ഇതാക്കണം. ഈ കുരുട്ട് സാധനത്തിന്റെ എന്നെ മേലാക്കി. ഇതിന്റെ ബുദ്ധി നിങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്തത് ഈ 2 എണ്ണം കൂടിയാണ്. ഇതിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല അഭിനയിക്കില്ലമ്മ. ഞാന് വിചാരിച്ച അതിനെന്താണ് ഈ ക്യാൻറ്റീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇതിന് സാധാരണ കേക്ക് അവർ തരുമ്പോ അത് തരും. സംഭവിച്ചത് 2 മണ്ടന്മാര്. ഇവര് 2 മണ്ടന്മാരാണല്ലോ. ഞാൻ എന്റെ കേക്കിലേക്ക് വീണത് എങ്ങാനും പോയിരുന്നേ. ശരിയാക്കിയാണ് ഞാൻ എന്റെ ഡ്യൂഡ് അൺബോക്സിംഗ് ഡ്യൂഡ്. അതല്ല, ഈ കേക്ക് ഉണ്ടാക്കിയവർക്ക് അറിയാം ഇപ്പൊ ഇന്ന് ഇവിടെ എന്താ സംഭവിക്കാൻ. അതെ, അവർക്ക് കറക്റ്റ് അറിയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ എന്റെ 23 ഇരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നാട്ടുകാർക്കും ഇന്ന് 2ാമത്തെ കേക്കാണ്. ഇന്ന് ഇനി 21 കേക്ക് ഉണ്ട്. 23ാമത്തെ 2 കേക്ക്. ഉമ്മന്റെ 101 ചളികളും ഒന്നും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി.
എന്റെ ചെവി അടിച്ച് പിന്നെ ചെവി ടച്ച് ചെയ്ത് ബാവ രണ്ടാമത്തെ കേക്ക് മുറിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഓ പാവടിയോട് ഈ ബർത്ത്ഡേ ഞാൻ കേക്ക് മുറിക്കാണ്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇതൊരു ഒരു മുറിയാത്ത പോലെ ഫീൽ ചെയ്യുന്നു. അതൊക്കെ നീ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മുറിയുന്നില്ല. അത് വൈറ്റ് അതായിട്ടാ വൈറ്റ് ആയിട്ടാ വേറൊന്നുമല്ല. മനസ്സിലായിക്കോട്ടെ. എന്റെ മുഖത്ത് തേച്ചാൽ കൊതു ഞാൻ. കേൾക്കൂല 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 കേട്ടോ. കഴിച്ചോളേ. കുറച്ച് പേടിണ്ടില്ല. അതെന്നാ പൊട്ടിയ സംഭവിക്കുന്നുണ്ട് പോപ്പോ അല്ലേ. മൂന്നാമത്തെ കേക്ക് ബർത്ത്ഡേ സോങ് പാടണം. എനിക്ക് കേക്ക് മുറിക്കാൻ ആഗ്രഹം ഉണ്ട്. ബർത്ത്ഡേ സോങ് വേണം പാടാ. ഓക്കെ ഞാൻ ഗിഫ്റ്റ് ഇനി ജീവിതത്തിൽ പത്ര കഴിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മള് കഷ്ടപ്പെട്ട് കോട്ടയം പോയി ഗിഫ്റ്റ് എടുക്കാം. 3 മണിക്കൂർ ഡ്രൈവ്. അപ്പൊ ഗിഫ്റ്റ് ഇനി ഗിഫ്റ്റ് ചടങ്ങിലേക്കാണ്. ഇക്ക നല്ലപോലെ നിൽക്കുക. ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ ഇങ്ങനെ ആവശ്യമുണ്ട്. ഇമ്പോർട്ടൻസ് ആണ്. ഗസ് ചെയ്യാൻ പറ്റിയോ? നമുക്കറിയില്ല. ചിക്ക നമുക്ക് കാണണ്ടേ. ഇങ്ങോട്ട് നിക്ക്. അത്ര പോയി നിക്ക് നിക്ക്. ഇതാണ് പുതിയ. അതിന് ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ എങ്ങോട്ട് തിരിക്കി ഫ്രണ്ട് ഭാഗം. ഇതിന് ഞാൻ പറഞ്ഞ കട്ടറിനോട് കട്ടർ ചെയ്തത് മനസ്സിലായി. കണ്ടില്ലേ എനിക്ക് ഗിഫ്റ്റ്. ഇതാണ് പുതിയ തോള ഷർട്ട്. ഓ റിയൽ ഗിഫ്റ്റ് റിയൽ ഗിഫ്റ്റ് റിയൽ ഗിഫ്റ്റ്. അപ്പം ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അതാദ്യം തന്നെ ചെറിയൊരു ഇതെന്താ അറിയോ? അതെ അതെ നമുക്ക് സൗണ്ട് AC ഒക്കെ കൺട്രോൾ അല്ലെ? അപ്പൊ ഇനി സീരിയസിലേക്ക് വന്നോ? ഓ ടെക്നോളജി എത്തി. ഓക്കെ പിന്നെ വേറെ സാധനം ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൂസ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ആണ് പറഞ്ഞു പഠിപ്പിച്ചാണ്. ഓ നന്നായി വൈറ്റ് ഒഴിവാക്കിട്ടാ. ഇത് ഞാൻ അന്ന് അന്ന് വാങ്ങാത്തൊരു കളറല്ലേ. വീഡിയോയില് പറഞ്ഞു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഓർമ്മ. പിന്നെ ആ സീൻ ഞാൻ കട്ട് ചെയ്ത് പോയി. ഇതുപോലും പുറത്തിറങ്ങില്ല. എന്റെ സൈസാണോ? അല്ല എന്റെ സൈസ്. സൈസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഹലോ ഞാൻ സൈസ് പറഞ്ഞു. എന്റെ അല്ല ഞാൻ ഇട്ടോളാം. ഇത് കറക്റ്റ് കളറാണോ? ഞാനാണ് കൊടുത്ത സൈസ്. അതുകൊണ്ട് ചോദിക്കുന്നത്. കറക്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. എല്ലാ പണികളും തന്നിട്ട് എല്ലാരോടും ഇരുന്ന് സംസാരിക്കണ്ടില്ല. അമ്മ നിങ്ങൾ മാത്രം എനിക്ക് ഗിഫ്റ്റ് തന്നില്ല. എവിടെ കുഞ്ഞോ? ഗിഫ്റ്റ് ഉണ്ടല്ലോ ബിരിയാണി. ബിരിയാണി തന്നില്ലേ? ആ പിന്നെ ഗിഫ്റ്റ് ആണ്. എന്ത് ഗിഫ്റ്റ്? ഞാൻ തന്നെ ഗിഫ്റ്റ് തന്ന. പിന്നെ ആ കേക്ക് ആരാ? ആ കേക്ക് കളഞ്ഞാലോ? ആ പാത്രം കിട്ടിയില്ല അവന്. വലിയൊരു പാത്രം മിണ്ടരുത് മിണ്ടരുത്. വലിയൊരു പാത്രം കിട്ടിയില്ലേ?
അപ്പൊ സത്യം പറയാനെന്ന് എനിക്ക് ഇത് വാങ്ങണമെന്ന് എന്റെ മൈൻഡിലുണ്ടായി. മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ അത് പാത്രം കൊണ്ട് ഒതുക്കില്ലേ? അല്ല അതല്ല ഒരു സംഭവം ഓക്കെ, വിചാരിച്ചിരുന്നു. താങ്ക്സ്.